അച്ചമ്മയുടെ പിറന്നാൾ വിവരവും അച്ചമ്മ ഗിഫ്റ്റ് കൊടുക്കുന്ന വിവരവും ചന്ദ്രമതി ഭാമേനെ അറിയിക്കുന്നു. തുടർന്ന് ഭാമയുടെ വീട്ടിലെ ഉപയോഗിക്കാത്ത TV ചന്ദ്രമതി ഭാമയോട് ചോദിക്കുകയും അത് അച്ചമ്മയ്ക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പിന്നീട് അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷത്തിന് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടി രേവതി ദേവുവിൻ്റെ ഫോൺ വാങ്ങുന്നു. തുടർന്ന് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ജ്വല്ലറിയിൽ വിൽക്കാൻ ചെന്ന വിവരം അറിഞ്ഞ ദേവു അതിനെപ്പറ്റി രേവതിയോട് ചോദിച്ചെങ്കിലും തൽക്കാലം നീ ഇപ്പോൾ ഒന്നും അറിയേണ്ടെന്നും അമ്മയോടൊന്നും പറയരുതെന്നും രേവതി ദേവുവിനോട് പറയുന്നു. പിന്നീട് രേവതി അച്ചമ്മേനെയും രവീന്ദ്രനെ ഒന്നിച്ചിരുത്തി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നു. ഇതിനിടയിൽ ശ്രുതി വന്ന് അച്ചമ്മേനെ വിളിച്ചെങ്കിലും രേവതി അച്ചമ്മേനെ ടെറസിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് രേവതിയും അച്ചമ്മയും മുറി കെട്ടുന്നതിനെ പറ്റി സംസാരിക്കുകയും ടെറസിൽ നിർത്തി അച്ചമ്മയുടെ കുറച്ച് വീഡിയോസ് എടുക്കുകയും ചെയ്യുന്നു. പിന്നീട് രവീന്ദ്രൻ രേവതിയെ വിളിച്ചു വരുത്തി സച്ചിക്ക് എന്തു പറ്റിയെന്നും ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ലെന്നും പറയുന്നു. തുടർന്ന് രവീന്ദ്രന്റെ നിർബന്ധം മൂലം രേവതി വിളിച്ചെങ്കിലും സച്ചി ഫോൺ എടുക്കാതെ വരുന്നതോടെ അവിടെ എത്തുന്ന ശ്രുതി സച്ചിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഇത് കേട്ട് രേവതിക്കും രവീന്ദ്രനും സങ്കടമാകുന്നു. പിന്നീട് അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തതിലുള്ള വിഷമം മൂലം സച്ചിയേട്ടൻ കുടിക്കുമോ എന്നും ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളുടെ പേരിൽ പ്രശ്നമുണ്ടാക്കുമോ എന്നോർത്തും രേവതി ടെൻഷൻ അടിക്കുന്നു. ഇതിനിടയിൽ സച്ചിയും മീച്ചയും ആരെയോ അന്വേഷിച്ച് നടക്കുന്നത് കാണിക്കുന്നു. പിന്നീട് അച്ചമ്മയുടെ പിറന്നാളിന് ശ്രീകാന്തും വർഷയും സ്പെഷ്യൽ കേക്കുമായി വരുന്നു. ഇതിനിടയിൽ ശ്രുതി അച്ചമ്മേനെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചെങ്കിലും അതൊന്നും വേണ്ട എന്ന് അച്ചമ്മ പറയുന്നു. തുടർന്ന് ശ്രുതിയുടെ നിർബന്ധം മൂലം അച്ചമ്മ മേക്കപ്പ് ചെയ്യാനായി പോകുന്നു. ശേഷം അച്ചമ്മേനെ മേക്കപ്പ് ചെയ്യുന്ന ശ്രുതിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.